belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith believing. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. വെൽക്കം ടു ക്രൈസ്റ്റ് ആർമീസ് ന്യൂ എപ്പിസോഡ്. നമുക്ക് ദൈവത്തിന് ദാനമല്ലാത്തതായി എന്താണ് ജീവിതത്തിലുള്ളത്? പലപ്പോഴും അതെല്ലാം നമ്മുടെ സ്വന്തമായി കരുതി അഹങ്കരിക്കാറില്ലേ? അപ്പം ഇന്ന് ക്രൈസ്റ്റ് ആർമിയുടെ കൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? ജയ് യേശു, ജയ് യേശു. എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ജയ് യേശു എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയ്ക്ക് എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും എൻ്റെ ഈശോയ്ക്ക് മാത്രം. ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയാൻ പോകുന്നതേ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം മുതൽ നിങ്ങളുടെ കഴുത്തിലുള്ള മാല, വള, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ, അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ മക്കളെ, നമ്മളിത് പലപ്പോഴും മറന്നുപോകും. എന്ത്? ഗോഡ് ഹാസ് ഗിവൻ മീ ഓൾ ദിസ് ആസ് എ ഫ്രീ ഗിഫ്റ്റ്. നിങ്ങൾ കാശ് കൊടുത്തൊരു സാധനം മേടിക്കുന്നതും ഒരു ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നതും വ്യത്യാസമില്ലേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഒരു വസ്തുവിനെ പോലും, ഒരു വ്യക്തിക്ക് പോലും ഒന്നും പകരമായിട്ട് കൊടുത്തിട്ടില്ല. ജീസസ് നിങ്ങളോട് പറഞ്ഞോ 5,000 താ? നല്ല പപ്പനെ തന്നില്ലേ? 5,000 താ പറഞ്ഞോ? അല്ലെങ്കിൽ പറഞ്ഞോ 1 മണിക്കൂർ പള്ളിയിലിരിക്കെ അപ്പം നിനക്ക് ഞാനൊരു എന്തെങ്കിലും തരാം, അങ്ങനെ പറഞ്ഞോ? ഡിമാൻഡ്സ് ഇല്ല. ഈശോ ഒരിക്കലും ഡിമാൻഡുകൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ദാനമായിട്ട്. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാം ദാനമല്ലേ, ഒന്നും എൻ്റേതല്ല. മക്കളെ, വിശുദ്ധരൊക്കെ അങ്ങനെ ജീവിച്ചവരാ. ഒന്നും സ്വന്തമായിട്ട് കരുതിയിട്ടില്ല. മദർ തെരേസനെ എല്ലാവർക്കും അറിയാം അല്ലേ? മദർ തെരേസ ആകെ ഉപയോഗിച്ചിരുന്ന സാരി എത്രയാണെന്നറിയോ? ഡ്രസ്സ് ആകെ 2 ജോഡി ഡ്രസ്സുള്ളവർക്ക്. ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം അലക്കും. നിങ്ങളുടെ കയ്യിൽ എത്ര ഡ്രസ്സുണ്ട്? കബേർഡ് തുറന്ന് നോക്കിയേ. ഫാൻ ഇല്ലാണ്ടാണ് അവരൊക്കെ കിടന്നുറങ്ങുന്നത്. ഒന്നുമില്ല ബാഗിൽ. നമുക്കിപ്പോൾ ഒരു നാട്ടിൽ പോകണമെങ്കിൽ നമ്മൾ എന്തോരം സാധനങ്ങൾ നിറയ്ക്കും ബാഗിൽ. എൻ്റെ പിക്കി ബാങ്ക്, എൻ്റെ സ്വെറ്റർ, എൻ്റെ ബെഡ്ഷീറ്റ്, എൻ്റെ ടവൽ, എൻ്റെ സോപ്പ്, എൻ്റെ ഇല്ലേ, എൻ്റേത്. പക്ഷെ അതൊന്നും നിങ്ങളുടെ സ്വന്തം അല്ല. ഈശോയും അതുപോലെ വന്ന. ഈശോയ്ക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടായിരുന്നോ? ഈശോയ്ക്ക് ഒന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്ററിൻ്റെ അടുത്ത് കുറേ കുഞ്ഞുങ്ങൾ വന്ന് പറയുന്നൊരു വിഷമം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് ബോംബെയിലുള്ള കുഞ്ഞുങ്ങൾ വന്ന് പറയുന്നൊരു വിഷമം, സിസ്റ്റർ എനിക്ക് വീടില്ല, ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഏറ്റവും വലിയ വിഷമമാണ് ഒരു കുഞ്ഞിൻ്റെ. എന്ത്? എനിക്ക് വീടില്ലെന്ന്. അപ്പോൾ സിസ്റ്റർ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, ഈശോയെ ഈ കുഞ്ഞുങ്ങൾ പറയുന്ന വിഷമം കേൾക്കുന്നില്ലേ, വീടില്ല എന്ന്? അവർക്കുണ്ടാകുന്ന ആ വിഷമം എത്രത്തോളം ആണെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? വീടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. വീടില്ലാത്തൊരു കൊച്ചിന് അതിൻ്റെ വേദന മനസ്സിലാവും. കാരണം ബാക്കി ഫ്രണ്ട്സൊക്കെ നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ വീട് കുഞ്ഞി വീടാണ്. ബാക്കി ഫ്രണ്ട്സിനെ പോലെ അവരെ ഒന്നും എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന. എല്ലാ വർഷവും മാറി വീട് ഇങ്ങനെ വാടക കൊടുക്കണം, പപ്പയുടെ കയ്യിൽ കാശില്ല. ഒത്തിരി വേദന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈശോയെ ഞാൻ ഈശോയോട് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞത് എന്താണെന്നറിയോ? ഈശോയ്ക്ക് സ്വന്തമായിട്ട് എന്താ ഉണ്ടായിരുന്നത്? പ്രസവിക്കാനായിട്ട് പരിശുദ്ധ അമ്മ യൗസേപ്പിതാവും മാതാവിനെ കൊണ്ടുപോകുമ്പോൾ എന്താ ഉണ്ടായേ? കിടക്കാനൊരു മുറി കിട്ടിയോ?
ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു. ഈശോ വസ്ത്രമില്ലാതെയാണ് കുരിശിൽ, അല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല പട്ടുവസ്ത്രമൊക്കെ ഇട്ട് ഈശോ കുരിശിൽ കിടക്കുന്നത്? ഏതെങ്കിലും ചിത്രം അങ്ങനെ കണ്ടിട്ടുണ്ടോ? സ്വന്തം വസ്ത്രം പോലും ഇല്ലായിരുന്നു ഈശോയുടെ കയ്യിൽ. കല്ലറയോ, ആരുടെ കല്ലറയിലാണ് ഈശോയെ അടക്കിയത്? വേറൊരു മനുഷ്യൻ്റെ കല്ലറയിൽ. വാടകയ്ക്ക് പറയില്ലേ, കിടക്കാൻ പോലും, അല്ലെ, മരണശേഷം ശരീരം അടക്കാൻ പോലും കല്ലറയുണ്ടായിരുന്നില്ല. അത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ആ ദാരിദ്ര്യത്തിൽ ആരുണ്ടാവും? ഈശോ ഉണ്ടാവും. 5 സ്റ്റാർ ഹോട്ടലിൽ എന്നും പോയി എല്ലാ ഞായറാഴ്ച പോയി പാർട്ടിയൊക്കെ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണോ അന്നത്തെ ആഹാരം പോലും ഇല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ ഈശോ ഉണ്ടാവുക? ആരുടെ കൂടെ ഈശോ ഉണ്ടാവുക? ആ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനും അവൻ്റെ ദാരിദ്ര്യത്തിലായിരിക്കും ഈശോ കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടല്ലേ നമ്മൾ വചനത്തിൽ വായിക്കുന്നേ, സമ്പന്നർ സ്വർഗത്തിൽ പ്രവേശിക്കുക അസാധ്യമാണെന്ന് പറയണേ. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ ആ സമ്പന്നർ കടക്കുന്നത്. നിങ്ങൾ സമ്പന്നരാണെങ്കിൽ നിങ്ങൾ നന്ദി പറയണം ഈശോയോട്. ഈശോ എൻ്റെ പപ്പയ്ക്ക് കാറുണ്ട്, പൈസയുണ്ട്, എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കാശില്ല, വീടില്ല, പപ്പയ്ക്ക് രോഗമാണ്, ജോലി, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയണം. അതിനും നിങ്ങൾ നന്ദി പറയണം. അതെന്തിനാണ് നന്ദി പറയുന്നത്? ഈശോയെ, നീ ദരിദ്രനായിരുന്നത് പോലെ ഞാനും നിൻ്റെ ദാരിദ്ര്യത്തിൽ പങ്കുവഹിക്കുന്നുണ്ടല്ലോ. സിസ്റ്റർ ഓർക്കും, വിശുദ്ധ മേരി അലക്കോക്ക്, മാർഗ്രറ്റ് മേരി അലക്കോക്ക് മടത്തിച്ചേരാൻ ആഗ്രഹിച്ച വ്യക്തി. മടത്തിച്ചേരാൻ പണ്ട് കാലത്ത് ഡൗറി അറിയില്ലേ നിങ്ങൾക്ക്? സ്ത്രീധനം കൊടുക്കണം. കുറച്ച് കാശ് കൊടുത്താലാണ് നമുക്ക് കോൺവെൻറ്റിൽ ചേരാൻ പറ്റുള്ളൂ. പണ്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ ആ സമയത്ത് അത് കൊടുക്കാൻ പോലും ഇല്ലാതെ എന്ത് ചെയ്തു എന്നറിയോ? സെർവൻറ്റിൻ്റെ ജോലി, വീട്ടുവേല എന്ന് പറയില്ല നമ്മൾ, പാത്രം കഴുകാനും അമ്മയും ഈ മകളും കൂടി എന്ത് ചെയ്യുമായിരുന്നു? മറ്റുള്ളവരുടെ വീട്ടിൽ പോയി പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ അങ്ങനെ ജോലി ചെയ്ത് സമ്പാദിച്ച് കാശ് ശേഖരിച്ച് എന്ത് ചെയ്തു? മടത്തിച്ചേരാൻ പോയത്. അത്രയും ഇല്ലായ്മയിലാണ് എന്ത് ചെയ്തത്? ഈശോയെ സ്തുതിച്ച് ഈശോയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചത്. മക്കളെ, ഇല്ലായ്മയിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്. കണ്ടോ, എനിക്ക് പാടാനുള്ള കൃപയുണ്ട്, എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള കൃപയുണ്ട്, ദൈവം എനിക്ക് കുറേ അനുഗ്രഹം. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിക്കുന്നവൻ ദൈവകൃപയിൽ അഹങ്കരിക്കട്ടെ. ദൈവമാണ് നിനക്ക് കൃപ നൽകിയത്. ദൈവം കൃപ നൽകിയത് കൊണ്ടാണ് നിനക്ക് എന്തുള്ളത്? ഇപ്പോൾ ഉള്ളതെല്ലാം ഉള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ണ് കാണാത്തൊരു കുഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവൻ്റെ വേദന എത്രത്തോളം ആയിരിക്കും? ആ മകൻ ഈ ഭൂലോകമൊന്നും, അവന് ഈ സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ അവന് പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമാണ്. കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ പറയും, ദൈവമേ എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് എപ്പോഴും കുറവ് മാർക്ക്, അവനെ കണ്ടില്ല, അവൻ ഫസ്റ്റാണ് ക്ലാസ്സിൽ, അപ്പോൾ ഈശോ എനിക്ക് ബുദ്ധി തന്നില്ല, അവന് മാത്രമേ ബുദ്ധി കൊടുത്തുള്ളൂ, അവനെ മാത്രമേ പറയരുത്. നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് തന്ന കഴിവ്, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, പഠിക്കുന്ന സ്കൂള് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമല്ലാത്തതായിട്ട് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ തലയിലൊരു മുടി പോലും ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് നന്ദി പറയണം, അല്ലേ? എല്ലാം ഇങ്ങോട്ട് താന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല. അത് സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈശോയോട് നന്ദിയും പറയാൻ നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. ഡൊമിനിക് സാവിയോ അങ്ങനെയായിരുന്നു. വിശുദ്ധ ഡൊമിനിക് സാവിയോ പറയും, ഈശോയെ, അങ്ങാണ് എനിക്ക് എല്ലാം നൽകിയത്, അങ്ങേക്ക് വേണമെങ്കിൽ എല്ലാം എടുത്തുകൊള്ളുക. ജോബ് പ്രാർത്ഥിച്ചതുപോലെ. ജോബ് അങ്ങനെയല്ലേ പറഞ്ഞേ? ഞാൻ ഈ ഭൂമിയിലേക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണോ വന്നേ? ജോബ് പറഞ്ഞത് ആ സിമ്പിൾ ലാംഗ്വേജിൽ സിസ്റ്റർ പറഞ്ഞുതരാം. ജോബ് ഇങ്ങനെയാ പറഞ്ഞേ, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടൊന്നല്ല വന്നേ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ വസ്ത്രമില്ലാതെ ഞാൻ വന്നേ, ഒന്നുമില്ലാതെ വന്നേ. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ കളിക്കോപ്പോ പുസ്തകമോ പേനയോ ഒന്നും ഉണ്ടായിരുന്നില്ല, കാശൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകുമ്പം ഞാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ തിരിച്ചു പോകും. ഇവിടെ കുറേ കാശുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കുഞ്ഞ് പറഞ്ഞത് ഓർക്കുക, സിസ്റ്റർ നിൻ്റെ സ്വപ്നം എന്താടാ? സിസ്റ്റർ, എൻ്റെ സ്വപ്നം ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലി മേടിക്കണം. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ ആഗ്രഹം എന്താ? നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? അംബാനീനെ പോലെ, ടാറ്റയും ബിർളയെ പോലെ എന്ത് വേണം? കുറേ കാശുണ്ടാക്കണം, കൊട്ടാരം പണിയണം, ബെൻസ് കാർ, മെഴ്സിഡീസ് കാറിലൊക്കെ യാത്ര ചെയ്യണം, അല്ലേ? അതെല്ലാവരുടെയും സ്വപ്നമാണ്. സിസ്റ്ററിനും അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ദാനമാണെന്നും
വലിയ സമ്പന്നരൊക്കെ സ്വർഗത്തിൽ കിടക്കാൻ ബുദ്ധിമുട്ടാന്ന് കേട്ടപ്പോൾ സിസ്റ്റർ ഒരു ദൈവമേ സമ്പത്തേ വേണ്ട, ദാരിദ്ര്യമാണെങ്കിൽ എന്താ, ലാസറിനെ പോലെ, ദരിദ്രനായ ലാസറിനെ പോലെ പെട്ടെന്ന് നമ്മൾ എവിടെ പോവും? സ്വർഗത്തിൽ പോവും. ഇവിടെ നിക്ഷേപം കൂട്ടി വെക്കാതെ എവിടെ നിക്ഷേപം കൂട്ടി വെക്കണം? സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കണം. ഒരു രാജാവ്, ഒരു പട്ടണത്തിൽ ഒരു നിയമമുണ്ടായിരുന്നു, ഒരു 10 വർഷം ഒരു രാജാവായിട്ട് ജീവിക്കാം. എത്ര വർഷം? 10 വർഷം. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് ആ രാജാവിനെ കൊണ്ടുപോയി വേറൊരു ദ്വീപിൽ കൊണ്ടാക്കും. ദ്വീപ് എന്ന് പറഞ്ഞാൽ ഐലാൻഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു വിജനമായൊരു ഐലാൻഡിൽ, ഒരു കാട് പ്രദേശം പോലത്തെ ഒരു സ്ഥലത്ത്, ഒന്നുമില്ല അവിടെ, ഒരു സ്ഥലത്ത് കൊണ്ടാക്കും. 10 വർഷം. 10 വർഷം കഴിഞ്ഞാൽ പുതിയ രാജാവിനെ അവർ നിയമിക്കും. 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ രാജാവിനെ. അപ്പോൾ ഈ പോണ രാജാക്കന്മാർ എന്താണെന്നറിയോ? വിഷമിച്ച് കരഞ്ഞ് 10 വർഷം അവർ ആഘോഷിക്കും, ഉല്ലസിക്കും, സൂപ്പർ കൊട്ടാരത്തിൽ താമസിക്കുക എല്ലാം ചെയ്യും. 10 വർഷം കഴിയുമ്പോൾ ദരിദ്രനായിട്ട് എന്ത് പോവും? ആ ദ്വീപിൽ, ആ കാട്ടിൽ പോയി വിട്ടിട്ട് എല്ലാവരും വരും. പുതിയ രാജാവ്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ പുതിയൊരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ വന്നപ്പോൾ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തു. രാജാവ് വന്ന് എന്താ ചെയ്തതെന്നറിയോ? ആദ്യത്തെ വർഷം ഈ രാജാക്കന്മാരെ കൊണ്ടുവിടുന്ന ദ്വീപില്ലേ, അവിടെ എല്ലാം കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി. സെക്കൻഡ് വർഷം, നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്തു എന്നറിയോ? അവിടെ ഒരു വീട്, ഒരു കൊട്ടാരം, കുഞ്ഞൊരു കൊട്ടാരം പണിതു. 3-ാമത്തെ വർഷം ഈ രാജാവ് എന്താ ചെയ്തതെന്നറിയോ? അവിടെ കുറച്ച് കടകളും ഒരു പൂന്തോട്ടവും അങ്ങനെ നല്ലൊരു സ്ഥലമാക്കി മാറ്റി. അങ്ങനെ ഓരോ വർഷം താമസിക്കാൻ യോഗ്യമായി പറഞ്ഞൊരു സൂപ്പർ ഐലൻഡാക്കി മാറ്റി. ആർക്കും വേണമെങ്കിൽ അല്ലേ ഹോളിഡേ ഫാം ഹൗസ് എങ്ങനെ നമ്മൾ സൃഷ്ടിക്കാം, അതുപോലെ ഒരു പിക്നിക് സ്പോട്ട്, നല്ല അടിച്ചുപൊളി ഒരു സ്ഥലമാക്കി മാറ്റി. 10 വർഷം കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ കുറച്ച് പടയാളികളൊക്കെ കൊണ്ട് ഈ രാജാവിനെ യാത്രയേക്കാൻ ആ സ്ഥലത്ത് കൊണ്ടുവിട്ടു. പക്ഷെ അവിടെ ചെന്നപ്പോൾ രാജാവിന് സന്തോഷം. കാരണം കൊട്ടാരമുണ്ട്, ഗാർഡനുണ്ട്, എല്ലാം നല്ല കടകളുണ്ട്, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ബാക്കി മുൻപിരുന്ന രാജാക്കന്മാർ അങ്ങനെ ചെയ്തോ? ഇല്ല. 10 വർഷം അവരെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്തു? നല്ല സൂപ്പറായി ജീവിച്ചു. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദുരന്തത്തിലേക്ക് പോകുന്ന പോലെ അവിടെ പോയി ജീവിതം അവസാനിച്ചു. പക്ഷേ ഈ രാജാവ് എന്തുപയോഗിച്ചു? വിവേകം ഉപയോഗിച്ചു. തനിക്കുണ്ടായിരുന്ന ആ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ആ സ്ഥലത്തിൻ്റെ രൂപരേഖ മാറ്റി ഒരു മനോഹരമായ സ്ഥലമാക്കി മാറ്റി. ഇതൊരു കൊച്ചു കഥയാണ്. പക്ഷേ ഈ കഥയിലൂടെ എന്താ പഠിക്കേണ്ടതെന്നറിയോ? നമ്മളും ഇതുപോലെ 10 വർഷമുള്ളൂ എന്ന് വിചാരിക്കുക. ഈ ഭൂമിയിൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകേണ്ടവരാ? സ്വർഗത്തിൽ പോകണ്ടേ? അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾ എന്ത് കൂട്ടണം? നിക്ഷേപം കൂട്ടണം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞും നന്മ പ്രവർത്തികൾ ചെയ്തും മറ്റുള്ളവരെ സഹായിച്ചും പറയണേ, കരം കോർക്കേണ്ടടുത്ത് കരം കോർത്തും ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചും നമ്മൾ എന്ത് ചെയ്യണം? കൊട്ടാരം പണിയണം. എവിടെ? സ്വർഗത്തിൽ. അപ്പോൾ 10 വർഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ആയുസ് തീരുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ എവിടെ പോവും? ഡയറക്റ്റായിട്ട് നമ്മൾ സ്വർഗത്തിൽ പോവും. അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാർ പോയതുപോലെ ഒരു ദുരന്തത്തിൽ പോകുന്ന പോലെ നമ്മൾ ചിലപ്പോൾ സ്വർഗത്തിന് പകരം വേറെ എവിടെയെങ്കിലുമൊക്കെ പോവും. ഈ വേൾഡിൽ ഇങ്ങനെ നല്ല ആഘോഷിച്ച് എല്ലാ ഡ്രസ്സും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് പറയില്ലേ, നല്ല സൂപ്പറായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമില്ലേ? സ്വർഗമല്ലേ നമ്മുടെ ലക്ഷ്യം? വിശുദ്ധിയാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗം ലക്ഷ്യം വെച്ച് മുന്നേറുമ്പോൾ സ്വർഗത്തിൽ എന്തു പണിയണം? വീട് പണിയണം. അപ്പോൾ ഇന്ന് തൊട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കല്ലെവിടെ? ഞാൻ പണിയുന്ന കൊട്ടാരത്തിൻ്റെ ഒരു ബ്രിക്ക്, പിന്നെ അടുത്ത ബ്രിക്ക്, അങ്ങനെ ഇവിടെ ഒരു വോള് കണ്ടു. അങ്ങനെ ഓരോ ഭിത്തികൾ നിങ്ങൾ കെട്ടി പടുത്തുയർത്തണം എവിടെ? അപ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ തന്നെയല്ല, പപ്പേനെയും മമ്മീനെയും എല്ലാവരെയും കൂട്ടി എവിടെ പോകാം? നിങ്ങൾ പണിത ആ കൊട്ടാരത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമല്ലാത്തതായിട്ടൊന്നുമില്ല മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നന്ദി പറയും. കഴിവുകളെ ഓർത്ത്, നിങ്ങളുടെ പപ്പയും മമ്മിയെ ഓർത്ത്, സ്കൂളിനെ ഓർത്ത്. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ ഒക്കെ ചിന്തിക്കണം, സ്കൂളില്ലാത്തൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം വരുമ്പോൾ പപ്പയില്ലാത്തൊരു കുഞ്ഞിനെ കുറിച്ച് ഓർക്കണം. മറ്റുള്ളവരുടെ ഇല്ലായ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ ഈശോ എന്ന് പറഞ്ഞ് നന്ദി പറയാൻ നമുക്ക് പറ്റും. അപ്പോൾ ഒന്ന് കണ്ണടച്ച് നമുക്ക് ഈശോയ്ക്കൊരു നന്ദി പറഞ്ഞാലോ? സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ദാനമായി നൽകിയ സർവ്വതുമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നും നന്ദി പറയുവാനും സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുന്നവർ കുറച്ചു പേരേ ഉള്ളൂ. അതിൽ നിന്ന് ഒരാളുടെ അനുഭവം നമുക്ക് കേൾക്കാം.
എൻ്റെ പേരാണ് ലിയാന. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ അപ്പച്ചയും അമ്മച്ചി 3 ചേച്ചിയും 2 അനിയനുമുണ്ട്. ഞാൻ ഈ ഒക്ടോബർ മാസത്തിൽ ധ്യാനത്തിൽ പോയിരിക്കായിരുന്നു. ധ്യാനത്തെ 2ാം ദിവസം ഞാൻ ഒരു രാത്രിക്ക് സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടിട്ട് ഞാൻ നല്ലതായിട്ട് പേടിച്ചു. പിറ്റേ ദിവസം ഞാൻ 2 കൗൺസിലിങ്ങിൽ പോയിട്ട് വന്നു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും എടുത്തു. പിന്നെ ലാസ്റ്റിൽ ഒരു ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനയിൽ സ്തുതിച്ച് കരണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ആ പേടി പോയി. ദാനമായി എല്ലാം നൽകിയ ദൈവത്തിന് സമ്മാനമായി ഒരു വചനം പഠിച്ചാലോ? എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. Tell the world about the beautiful faces. Tell the world about your happy smile. Tell the world about the hills and mountains. Tell the world about this brand new style. Cha 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 da. Cha 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 da. Cha 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 da. Cha 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 cha. 'Cause the world's full of wonder and the world's full of fun. Tell the world about the Father. Tell the world about the Son. 'Cause He loves you and He loves me. Tell the world about His power and majesty. Cha 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 da. 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 The world's full of wonder and the world's full of fun. Tell the world about the Father. Tell the world about the Son. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് മറ്റുള്ളവരെയും നമുക്ക് അറിയിക്കാം. അപ്പം ഗുഡ് ബൈ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. We are all Christ army. We are the army of Christ. We are all Christ army. Not by sight, but by the faith we live, not against flesh, not against flesh.